നമ്മൾ ഇനി കാണാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് ഫ്രം ദ ഫോളോയിങ് വിച്ച് ക്യാൻ അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നയാളാണ്. ഓക്സിഡേഷൻ നടക്കണം, റിഡക്ഷൻ നടക്കണം എങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നയാൾ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉണ്ടാവേണ്ടത്. H2O2 ഓക്സിജൻ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ദാറ്റ് ഈസ് എൻ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കാരണം ഇവർക്ക് ഡിസ്പ്രപ്പോർഷനേഷൻ നടന്ന് H2O ഓക്സിജൻ -2 ഓക്സിജൻ 0 മാറാൻ പറ്റും. സോ H2O2 ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കുന്നു. ClO3- ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. അപ്പൊ നമുക്ക് ക്ലോറിന് ശരിക്കും -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറാൻ പറ്റുമല്ലോ. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്ലോറിൻ ഉണ്ട്, ഹയറും ഉണ്ട്, +7 മാറാം. സോ അതും ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കുന്നു. ഫോസ്ഫറസിനെ കൺസിഡർ ചെയ്താൽ ഫോസ്ഫറസ് അവിടെ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഫോസ്ഫറസിന് -3 ഉണ്ട്, pH3. അതുപോലെ ഫോസ്ഫറസിന് പ്ലസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. +1 ഉണ്ട്, +3 ഉണ്ട്, +5 ഉണ്ട്. ഫോസ്ഫറസ് NaOH ഡിസ്പ്രപ്പോർഷനേഷൻ ചെയ്താൽ pH3 NH2PO2 കിട്ടുക. അത് ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. Cl2 എടുത്തു, ക്ലോറിനും ക്ലോറിൻ വെള്ളത്തിലിടുമ്പോൾ HCl HOCl ഒക്കെ ആവുന്നു നമ്മൾ പഠിച്ചില്ലേ. ക്ലോറിൻ 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, -1 +ലേക്ക് മാറും. അപ്പോൾ ക്ലോറിനും ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. Agക്ക് Ag+ മാത്രമല്ലേ ആകാൻ പറ്റുള്ളൂ, Ag- ആകാൻ പറ്റുമോ? മെറ്റൽസിന് Agക്ക് മെറ്റൽ ആയതുകൊണ്ട് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ അല്ല. അപ്പൊ ഇതൊരിക്കലും ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് Ag എന്തായാലും വരില്ല. Cu2+ ഡിസ്പ്രപ്പോർഷനേഷൻ നടന്ന് Cu+, Cu2+ഉം Cu ആയിട്ട് മാറാറുണ്ട്. കോപ്പറിന്റെ കേസിൽ +1 എന്നുള്ളത് ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആ. കാരണം +2 മാറാം, 0 മാറാം. അപ്പൊ Cu+1 വരും. F2 ഫ്ലൂറിന് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും 0 മാത്രമേ പറ്റുള്ളൂ, പോസിറ്റീവ് പറ്റൂല. കാരണം ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലിമെന്റ്. അപ്പൊ ഫ്ലൂറിന് ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കാൻ കഴിയില്ല. NO2 നൈട്രജൻ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അതിന് വേണമെങ്കിൽ +3 മാറാം, +5 മാറാം, താഴെയും അല്ലെ കുറയും ചെയ്യാം, കൂടുകയും ചെയ്യാം. അപ്പൊ ഇന്റർമീഡിയറ്റിലായതുകൊണ്ട് നമുക്ക് അതിനെ പരിഗണിക്കാം. K+, പൊട്ടാഷ്യം എന്ന് പറയുന്നതിന് K+ കഴിഞ്ഞ പിന്നെ K ഉള്ളൂ. K2+ഓ അല്ലെ K- പോസിബിൾ അല്ല. അതൊരു ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ല, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടെ എനിക്ക് 1, 2, 3, 4, 5, 6 പേരാണ്. നമ്മുടെ ഇൻഡിജർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. 6 പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കുന്നത്. ഇത് നമുക്ക് റിഡോക്സ് റിയാക്ഷനിലുള്ള ഒരു ചോദ്യമായിട്ട് പരിഗണിക്കാം. കാരണം അവിടെയാണ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ അറിയേണ്ട ഐഡിയ ഇത്രയേ ഉള്ളൂ. ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിലുള്ളവരാണ് ഓക്സിഡേഷനും റിഡക്ഷനും നമുക്ക് കാണിക്കുന്നത്.